ഇന്നൊരു ജീപ്പ് കോമ്പസിൻ്റെ ഇൻസ്പെക്ഷൻ ആയിരുന്നു. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ ഒത്തിരി ആഗ്രഹിച്ച് വന്ന ഒരു വണ്ടിയാണ്. അപ്പം ഇത് റീപെയിൻറ്റ് വണ്ടിയാണ്, കളർ ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. നല്ല സൂപ്പർ കണ്ടീഷൻ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പല മനുഷ്യരും അല്ലെങ്കിൽ ഈ ജീപ്പ് കോമ്പസ് ഇറങ്ങിയ സമയം മുതൽ ഇതൊരു സ്വപ്ന വാഹനമാക്കി കൊണ്ടു നടക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരാളുടെ വാഹനമായിരുന്നു ഇത്. ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്യാരേജിലേക്ക് വണ്ടി കൊണ്ടുവന്നു. കസ്റ്റമറുടെ ഫസ്റ്റ് ഓണറിൻ്റെ അഭിപ്രായത്തോടെ തന്നെയാണ് വണ്ടി കൊണ്ടുവന്നത്. വണ്ടി ഞാൻ ഇൻസ്പെക്ട് ചെയ്തു. വളരെ വൃത്തിയായിട്ട് ഇൻസ്പെക്ട് ചെയ്തു. നല്ല ഭംഗിയുള്ള ഷേപ്പുള്ള കളർ ചേഞ്ച് ചെയ്തെങ്കിലും നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. അപ്പം സസ്പെൻഷൻ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി 2018 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ സസ്പെൻഷൻ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നല്ല മാക്സിമം പന്ന വഴികളിലൂടെയും മോശം വഴികളിലൂടെയും ഒക്കെയും ഓടിച്ചു. കംപ്ലീറ്റ് വലിയ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഹിസ്റ്ററി എല്ലാം നമ്മളെല്ലാം ചെക്ക് ചെയ്തു. പിന്നെ കംപ്ലീറ്റ് എന്തൊക്കെയാണോ ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെയും നമ്മൾ ചെക്ക് ചെയ്തു. നമ്മൾ വർഷങ്ങളായിട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്പെക്ഷൻ വീഡിയോസൊക്കെ ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളെ അറിയാവുന്നവർക്ക് വേണ്ടി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു വാഹനം ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓണറുടെ പെർമിഷനോടെ നമ്മളുടെ ഗ്യാരേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് നോക്കി വൃത്തിയായിട്ട് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെയും ചെയ്ത് വണ്ടി കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നും കൊള്ളത്തില്ലെങ്കിൽ കൃത്യമായിട്ടും മോശമാണെന്ന് പറയുകയും ഇനി എത്ര രൂപ എക്സ്പെൻസ് ആകുമെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഏറ്റവും മോശമായ ടെറൈനിലൂടെ നമ്മൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാറുണ്ട്. എങ്കിൽ മാത്രമേ വണ്ടിയുടെ കറക്റ്റ് സ്റ്റെബിലിറ്റി മനസ്സിലാക്കാനും. പക്ഷേങ്കിൽ ഈ വാഹനങ്ങൾ അഴിച്ചു നോക്കുക എന്നുള്ളത് അത്ര പോസിബിളായ കാര്യമല്ല. സ്കാനിങ് അടക്കം ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ 2500 മുതൽ 5000 വരെ വരാറുണ്ട്. അത് ചില വാഹനങ്ങൾ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അത്രയും ചാർജ് വരുന്നത്.